أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം, അള്ളാഹുവിന്റെ കലാമ് മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് അള്ളാഹു അവസരം തന്നുകൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഓരോ ദിവസവും ഒരുപാട് ആയത്തുകളിലൂടെ നമുക്ക് ഇങ്ങനെ പോവാനുള്ള അവസരം അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാവരും ഫസ്തബിഖുൽ ഖൈറാത്ത് ആകുന്നുണ്ടോ? ഓരോ ആയത്തുകൾ കേൾക്കുമ്പോൾ ആ ആയത്തുകൾ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന ചിന്ത കൂടുതലായിട്ട് വരുന്നുണ്ടോ എല്ലാവർക്കും? എല്ലാവർക്കും റഹ്മാനായ റബ്ബ് നന്മയിൽ മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മള് ഒരുപാട് എന്താ പറയാ, റബ്ബിനെ എത്ര നമ്മൾ സ്തുതിച്ചാലും മതിയാകൂല. കാരണം അത്രയും അനുഗ്രഹങ്ങളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എത്ര അല്ലെ പറഞ്ഞാലും മതി വരാത്ത അത്രയും അനുഗ്രഹങ്ങള് ഈ ദുനിയാവില് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്താണ് അള്ളാഹു നൽകിയ ഹിദായത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അള്ളാഹുവിന്റെ ഹിദായത്തിലായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ, ജനിക്കാനും ജീവിക്കാനും തുടർന്ന് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിൽ തന്നെ ഉറപ്പിച്ചു നൽകി നിർത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ശരിക്കും ഞാനിന്ന് നമ്മളെ പോസ്റ്റ് സൂറത്ത് ആൽ ഇംറാന്റെ പോസ്റ്റ് ഇട്ടപ്പോ ജസ്റ്റ് ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ ഇങ്ങനെ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മള് ശരിക്കും അത് ഇങ്ങനെ ചിന്തിക്കുമ്പോ ഇന്ന് രാവിലെയും ഇന്നലെയും ഇന്നുമായിട്ട് ആയിഷ എടുത്ത ക്ലാസ്സുകളില് സുബ്ഹാനല്ലാഹ് ഇങ്ങനെ അല്ലെ, നമ്മള് ശരിക്കും നമ്മളെ ലക്ഷ്യം ഇന്നലെ ഇന്നും എടുത്ത ക്ലാസ്സിലാണോ, ഇനിയിപ്പോ നേരത്തെ എടുത്ത ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണോ, എല്ലാം കൂടി ഇപ്പൊ മിക്സ് ആണല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. ആദ്യം എടുത്ത ക്ലാസ് പിന്നെയും കേൾക്കുന്നു, ഇപ്പൊ എടുത്ത ക്ലാസ് കേൾക്കുന്നു, അതിനിടയിൽ അതിന്റെ ഇടക്കെടുത്ത ക്ലാസ്സുകൾ കേൾക്കുന്നു. അപ്പൊയൊക്കെ ചിന്തകൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കടന്ന് മറിയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒന്നും കൂടി കൂടുതൽ ചിന്തിക്കണം, ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ റൂട്ട് കറക്റ്റ് ആക്കി തരട്ടെ അല്ലെ. നമ്മളെ വഴി, നമ്മൾ പോകുന്ന വഴി അള്ളാഹു കറക്റ്റ് ആക്കി തരട്ടെ. ഹദിന സിറാത്തൽ മുസ്തഖീം നമ്മൾ നിരന്തരം ചോദിക്കുന്ന അത് അള്ളാഹു സിറാത്തല്ലദീന അൻഅംത അലൈഹിം അനുഗ്രഹിച്ചവരുടെ പാതയിൽ അള്ളാഹു നമ്മളെല്ലാരും വഴി നടത്തട്ടെ. ആമീൻ. വഴി തെറ്റി പോകാതെ, പിഴച്ചു പോകാതെ, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരുടെ കൂട്ടത്തിൽ പെടാതെ സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലെ, നമ്മള് ലക്ഷ്യം സ്വർഗമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും 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 ചിന്തിച്ചപ്പോ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത്രക്കൊന്നും നമ്മളിങ്ങനെ ഒരു എന്താ പറയാ, നാടോടുമ്പോ നടുവേ ഓടുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുന്നു, പഠിക്കുന്നു, ഓതുന്നു, അങ്ങനെയെല്ലാം തന്നെ. പക്ഷെ ശരിക്കും നമ്മളെ ലക്ഷ്യം സ്വർഗം, അതിനു വേണ്ടി അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഓരോ സെക്കൻഡുകളും ഇപ്പൊ ചിന്തിച്ചു പോകുന്നു ശരിക്കും. ജസ്റ്റ് ഞാൻ എന്റെ ലൈഫിൽ ഇന്നുണ്ടായ ഒരു ചെറിയൊരു എക്സാമ്പിള് ഞാൻ നിങ്ങൾക്ക് പറയാ. ഒന്നിനുമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ മാത്രം. ഇപ്പൊ ളുഹർ ബാങ്ക് നല്ല നേരത്തെ ആണല്ലോ അല്ലെ. 12:20 ആകുമ്പോ തന്നെ ഉണ്ട് ഇവിടെ ളുഹർ ബാങ്ക് കൊടുക്കുന്നുണ്ട്. പൊതുവെ നമ്മള് ഒരു മണി 1:15 1:30 അങ്ങനെ ആണല്ലോ ഒരു ളുഹറിന്റെ സമയം എന്നുള്ള നിലക്ക്. 12:30 12:45 50 ഒക്കെ ബാങ്ക് കൊടുക്കുന്ന സമയങ്ങൾ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ നല്ല നേരത്തെയാണ്. അപ്പം ളുഹർ വേഗം നിസ്കരിക്കണം. ളുഹർ നേരത്തെ നിസ്കരിക്കുമ്പോ അതിന്റെ ആദ്യ സമയത്ത് ആ സുന്നത്ത് നമസ്കാരങ്ങൾ വേഗം തന്നെ അതിനു മുമ്പുള്ള 2 റക്അത്തായിട്ട് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അത് ഉയർത്തപ്പെടുന്നു പറയുന്നുണ്ട് അല്ലെ. അള്ളാഹുലേക്ക് നേരെ അത് അപ്പൊ തന്നെ എത്തുന്നൊക്കെ
ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ഒരു സമയത്തിന് ഭയങ്കര ശ്രേഷ്ഠത ഉണ്ട്. അപ്പം ഞാനിന്ന് എനിക്ക് കുറച്ച് ചെറിയൊരു തലവേദന ആയിട്ട് ഞാനൊരു ക്ലാസ് കേട്ട് ഇങ്ങനെ നോട്ട് എഴുതിക്കൊണ്ടുണ്ടായിട്ട് ഞാനിങ്ങനെ മയങ്ങിപ്പോയി. പിന്നെ അപ്പൊ ബാങ്ക് കൊടുത്തിട്ട് കുറച്ച് സമയം ഇപ്പം ദാനി വന്നിട്ട് ഉമ്മ ഉറങ്ങിപ്പോയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ചെറുതായിട്ട് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞ നമുക്ക് നിസ്കരിക്കണ്ടേ. അപ്പൊ എന്നോട് പറഞ്ഞു കുറച്ച് സമയം കൂടി ഉമ്മ ഉറങ്ങിക്കോ, ഞാൻ കുറച്ച് ചെറിയൊരു കാര്യം ഉണ്ട് എനിക്ക്, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് നിസ്കരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു നന്നായിക്കോട്ടെ, എനിക്ക് ഇങ്ങനെ നല്ല ഉറക്കിന്റെ ഒരു ഇതുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു 10 മിനിറ്റും കൂടി കണ്ണു കൂട്ടാ, പിന്നെ ഓളെന്തായാലും വിളിക്കല്ല, അപ്പൊ ഒന്നിച്ച് നിസ്കരിക്കാനേ അങ്ങനെ പോകാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കാന്ന്, ചിന്ത എല്ലായിടത്തും ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാല് പിന്നെ ആ 10 മിനിറ്റ് പിന്നെ കുറച്ച് നേരത്തെ നമ്മള് വുളൂ ചെയ്ത് അല്ലെ, സുന്നത്ത് നിസ്കരിക്കാനുണ്ട് എന്തായാലും. നേരത്തെ നിസ്കരിക്കുമ്പോ അത്രയും ശ്രേഷ്ഠതയും മഹത്വവും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് നിസ്കരിക്കാം. പിന്നെ മോള് വരുന്നവരെ ഓളെ വെയിറ്റ് ചെയ്യാ. അപ്പൊ നിസ്കാരത്തില് പിന്നെ വുളൂ ചെയ്ത് നമ്മള് നിസ്കാരത്തിന് വേണ്ടിയിട്ട് നിസ്കാരം പ്രതീക്ഷിച്ച് നിസ്കാരപ്പായിൽ ഇരിക്കുന്ന അത്രയും സമയം നമ്മൾ നിസ്കരിച്ച അതേ പ്രതിഫലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ ശരിക്കും അതെല്ലാം അറിയെങ്കിലും എപ്പോഴൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ എന്റെ ചിന്തയിൽ, നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോ. ഞാൻ ഇതെല്ലാം ഒരുപാട് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്ന കാര്യങ്ങളാണെങ്കിലും എപ്പോഴൊന്നും ഈ ചിന്തകൾ കടന്നു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഞാനിതിപ്പോ പറയുന്ന എനിക്ക് ഇന്ന് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരുപാട് ചിലപ്പോ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, ചെയ്യുന്നവരും ഉണ്ടാവും. മാഷാ അല്ലാഹ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അതേപോലെ കേട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല നല്ല ആൾക്കാർ നമ്മളെ ഈ ഗ്രൂപ്പിലുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും അവരുടെ കർമ്മങ്ങൾ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച് കുറച്ച് നേരത്തെ അല്ല, അത്രയും സമയം നിസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അത്രയും സമയം മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും. സുബ്ഹാനല്ലാഹ്. നമുക്ക് പ്രാർത്ഥിക്കാം, വേണമെങ്കിൽ ഖുർആൻ ഓതാ, ദുആ ചെയ്യാ, എന്തെല്ലാ അവസരങ്ങളിലെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠമായതല്ലേ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോ സത്യം പറയാലോ എന്റെ ഉറക്കം എവിടോ പോയി. പിന്നെ ഇന്ന് ഇന്നലത്തെ ആയിഷാന്റെ ക്ലാസ് ഇങ്ങനെ മനസ്സിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. അതായത് ശരിക്കും സ്വർഗം ലക്ഷ്യം വെച്ചിട്ട് എന്താ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ നമ്മളെപ്പോഴും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ കുറെ ചിന്തിച്ചു പോയി. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതെല്ലാം അതിന്റെ ഒരു പിന്നെ ഇതിലേക്ക് നമുക്ക് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. അങ്ങനെ ചിന്തിച്ചപ്പോ അവിടെ കിടക്കണമെന്ന് തോന്നിയില്ല, ഉറങ്ങണമെന്ന് തോന്നിയില്ല, ഉറക്കം പോയി. പിന്നെ എണീച്ച് വേഗം പോയി വുളൂ എടുത്ത് പിന്നെ ആ ഒരു നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരുക്കങ്ങളിലേക്ക് അങ്ങ് പോകാൻ എന്തോ അൽഹംദുലില്ലാ അള്ളാന്റെ ഒരു തൗഫീഖോട് കൂടി അതിന് സാധിച്ചപ്പോ സത്യം പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷം ഫീൽ ചെയ്ത്. അൽഹംദുലില്ലാ. സത്യത്തില് ഒരു ഉറക്കം തൂങ്ങിയിട്ടുണ്ടാകുമ്പോ നിസ്കരിക്കാൻ പോകുമ്പോ വിചാരിക്കും ഉറക്ക തൂങ്ങി നിസ്കരിക്കാൻ പറ്റൂല എന്നല്ലേ. അപ്പൊ ഒരു ഉറക്കച്ചടവ് ഒന്ന് നീങ്ങിയിട്ട് തന്നെ ഇതായി നിസ്കരിക്കും. പക്ഷെ ഇങ്ങനെല്ലാം ചിന്തിച്ചപ്പോ ഇല്ലേ, ഉറക്കവും ഇല്ല, ഒന്നുമില്ല, ക്ഷീണമില്ല. കുറച്ചധികം ഓതിയിട്ട് തന്നെ സുന്നത്ത് നിസ്കരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് എടുത്ത സയഖൂലൂല ആയത്തുകളൊക്കെ ഇങ്ങനെ ഒരു റാഹത്തില് ആ ഒരു എന്താ ഒരു വേറെ തന്നെ ഒരു ഫീലിങ്ങിനെ ഓതിയിട്ടെല്ലാം നിസ്കരിക്കാനും. അല്ലെങ്കിൽ ഇപ്പൊ വേഗം എന്താ പറയാ, സുന്നത്ത് നിസ്കാരങ്ങൾ പൊതുവേ നമ്മള് സിമ്പിളായിട്ട് കുഞ്ഞു സൂറത്തുകൾ ഓതി അങ്ങനെ നിസ്കരിക്കലാണല്ലോ പതിവ്. ഞാൻ എന്റെ കാര്യമാണേ പറയുന്നത്, നിങ്ങളെ കാര്യമല്ല. സാധാരണഗതിയിൽ നമുക്ക് ഇത്തിരി മടി, അലസത അല്ലെ. പക്ഷെ വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മളത് നേരത്തെ സൂറത്ത് ബഖറയിൽ ഫസ്റ്റ് ജുസിൽ നമ്മളത് കടന്നു പോയ ആയത്താണ്. പക്ഷെ വീണ്ടും അതായത് അല്ലാഹു തആല നമ്മളിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തലുകളായിട്ട് അല്ലാഹ് ഇങ്ങനെ നമുക്ക് കിട്ടിയിരുന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാതെ ചിന്തകൾ ഇങ്ങനെ ഒരു സ്വാധീനം ചെലുത്തിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമുക്ക് കൂടുതൽ കൂടുതൽ നന്മകളിലേക്ക് മുന്നേറാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഫസ്തബിഖുൽ ഖൈറാത്ത് എത്രയോ തവണ കേട്ടതാണ്, എത്രയോ തവണ പാരായണം ചെയ്തതാണ്. പക്ഷെ ഇന്നലെ അങ്ങനെ കേട്ടപ്പോ എന്തോ ഒരു വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത പോലെ ഫീൽ ചെയ്ത്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഫദ്കുറൂനി അദ്കുർക്കും അല്ലെ. ഇതൊക്കെ നമ്മൾ എത്ര 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 ഓതിയതാ. കാരണം സൂറത്തുൽ ബഖറ ഹിഫ്ള് ചെയ്ത ഓരോ പഠിതാക്കൾക്കും അറിയാം നമ്മൾ ഇത് എത്ര തവണ ഓതുന്നുണ്ട് എന്നുള്ളത്. അൽഹംദുലില്ലാ. നമ്മൾ ഇത് ഓതിയത് പറയുന്നതല്ല, പക്ഷെ ആ ചിന്ത അല്ലെ. സുബ്ഹാനല്ലാഹ്, എഴുതി വെക്കുന്ന ആ ഒരു പ്രോസസ്സ് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്തോ ഭയങ്കര എനിക്ക് എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എഴുതണം. നൂർ സദരീന്റെ ബുക്കിൽ തന്നെ എഴുതണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും ഒരു ബുക്കിൽ
ഈ പറഞ്ഞ എന്താ പറയാ, ചെയ്യേണ്ട കാര്യങ്ങൾ, തിരുത്തേണ്ട കാര്യങ്ങൾ, ശുക്ർ ചെയ്യേണ്ട കാര്യങ്ങൾ, തൗബ ചെയ്യേണ്ട വിഷയങ്ങൾ, നമുക്ക് വന്ന ചിന്തകൾ, ദുആകൾ, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും എളുപ്പം നൽകട്ടെ, ആമീൻ. അൽഹംദുലില്ലാ. അപ്പം നമുക്കിന്ന് നേരെ ആലുംറാനിലേക്ക് തന്നെ കടക്കാം. കുറച്ച് മൂന്നായത്തുകൾ ഒന്ന് പറയാനുണ്ട് എന്തായാലും. നേരത്തെ ഞാൻ ഉറക്കവുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കത് ഓർമ്മയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് സൂറത്ത് ആലുംറാനിലേക്ക് തന്നെ കിടക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر قد بينا لكم الآيات إن كنتم تعقلون. ها أنتم أولئك تحبونهم ولا يحبونكم وتؤمنون بالكتاب كله وإذا لقوكم قالوا آمنا وإذا خلوا عضوا عليكم الأنامل من الغيظ قل موتوا بغيظكم إن الله عليم بذات الصدور. إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങള് ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. അതായത് പിന്നെ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്വത്തോ സന്താനങ്ങളോ അല്ലെ യാതൊരു തരത്തിലും ഉപകാരപ്പെടുകയില്ല. അവർ നരകാവകാശികളായിരിക്കും, നരകത്തിൽ അവർ സ്ഥിരവാസികളായിരിക്കും. അവര് പിന്നെ ഈ ദുനിയാവിലെ ഐഹിക ജീവിതത്തിൽ ചെലവഴിക്കുന്ന അതിന്റെ ഉപമ പറഞ്ഞത് പിന്നെ ആത്മദ്രോഹികളായ അല്ലെ ഒരു ജനവിഭാഗത്തിന്റെ കൃഷിയിടത്തില് ആഞ്ഞു വീശിയ ഒരു അതായത് മൊത്തത്തിൽ നശിപ്പിച്ചു കളഞ്ഞ ഒരു ശീതക്കാറ്റിനോടാണ് അള്ളാഹു ഉപമിച്ചത് അല്ലെ. അവര് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, പക്ഷെ അവർ സ്വന്തത്തോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു തആല ഉണർത്തി. എന്നിട്ട് അള്ളാഹു തആല നമ്മളോട് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു തആല പറയുമ്പോൾ അതെന്തായാലും പ്രത്യേകമായിട്ട് നമ്മളൊന്ന് കെയർ ചെയ്യണം അല്ലെ. വളരെ ശ്രദ്ധയോട് കൂടി തന്നെ ഈ ഒരു ആയത്തിനെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അല്ലെ, എന്റെ റബ്ബ് എന്നെ വിളിച്ചിട്ട് എന്താ പറയുന്ന ആ കാര്യത്തിൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാല് പിന്നെ ഈ ഒരു ഇപ്പൊ പറയാൻ പോകുന്ന വിഷയം ഇതിനു മുമ്പ് നമ്മൾ ഈ സൂറത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും ഇപ്പം നമ്മള് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്ത ഭാഗം അതും ഈ സൂറത്തിലെ പിന്നെ ആദ്യ ഭാഗത്ത് വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ 116 ആയത്ത് ഏകദേശം സാമ്യതയോട് കൂടിയിട്ട് ഈ സൂറത്തിലെ എത്രയാണ് 11 അല്ലെ 10 അല്ലെ 10 ആയത്തില് ഏകദേശം അതേപോലത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമ്മളോട് അല്ലാഹു തആല വിശ്വാസികളെ എന്ന് വിളിച്ചു പറയുന്ന കാര്യം എന്താ നമുക്ക് നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, വിശ്വസിച്ചവരെ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്. ലാ തത്തഖിദൂ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതുമായിട്ട് സാമ്യതയുള്ള ആയത്ത് ഈ ഒരു സൂറത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടാ? തത്തഖിദൂ അല്ലെങ്കിലും അതിനെ എല്ലാരും മ്യൂട്ടാണല്ലേ, സോറി. ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ
നമ്മള് ഈ സൂറത്ത് ആലി ഇമ്രാനിലെ 28-ാമത്തെ ആയത്തില് ഈ ഒരു ആയത്ത് നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏകദേശം അതിനോട് സാമ്യതയുള്ള മറ്റൊരായത്താണ് ഇവിടെ പറയുന്നത്. അതായത് അർത്ഥത്തിൽ വളരെയധികം സാദൃശ്യമുണ്ട്. എന്താ പറയുന്ന അറിയില്ല. തത്തഹിദു, നിങ്ങൾ സ്വീകരിക്കരുത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കരുത്, ബിത്വാനതൻ, നല്ല അടുത്ത ബന്ധത്തിനാ പറയാ. ബിത്വാനത്ത് എന്ന് പറഞ്ഞാല് പിന്നെ അതായത് നമ്മളുടെ എല്ലാ ഉള്ളുകള്ളികളും അറിയുന്ന ബന്ധമുള്ള ആളുകൾ, അതിനാ ബിത്വാനത്ത് എന്ന് പറയാം. അകമ്പടി, നമ്മൾ അങ്ങനെ അകമ്പടി സേവിച്ച് ഒന്നിച്ചു തന്നെ കൂടെ അങ്ങനെ ഉണ്ടാവല്ലോ. അല്ലെങ്കിൽ ഉള്ളുകളികൾ അറിയുന്ന എല്ലാം അറിയുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ ആക്കരുത്. ഒരു മിനിറ്റ്. ലാ തത്തഖിദു ബിത്വാനതൻ മിൻ ദൂനിക്കും. മിൻ ദൂനിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറമേയുള്ളവരിൽ നിന്ന്, നിങ്ങളല്ലാത്തവരിൽ നിന്ന്. മിൻ ദൂനിക്കും, നിങ്ങളല്ലാത്തവരിൽ നിന്ന് നിങ്ങൾ ബിത്താനത്തുകളെ സ്വീകരിക്കരുത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കരുത്. അത്രയും ക്ലോസ് ആയിട്ടുള്ള നമ്മളെല്ലാ ഉള്ളുവള്ളികളും അറിയുന്ന ആളുകളെ നിങ്ങളല്ലാത്ത, നിങ്ങൾക്ക് പുറമേയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. ലാ യഅലൂനക്കും ഖബാല, ലാ യഅലൂനക്കും, അവർ നിങ്ങൾക്ക് വീഴ്ച വരുത്തുകയില്ല. ഖബാല, നാശത്തില്, കുഴപ്പത്തില്. അതായത് നിങ്ങൾക്ക് അവര് കുഴപ്പമുണ്ടാക്കിയേക്കാം. മാത്രല്ല വദ്ദൂ, അവർ ഇഷ്ടപ്പെടും, അവർ ആഗ്രഹിക്കും, അവർ കൊതിക്കും. എന്ത്? മഅനിത്തും, നിങ്ങൾ ബുദ്ധിമുട്ടുന്നതിന്, നിങ്ങൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. ഖദ് ബദത്തിൽ ബഗ്ദാ, അതായത് ഖദ് ബദ, തീർച്ചയായും വെളിവായി കഴിഞ്ഞിരിക്കുന്നു, അൽ ബഗ്ദാ, ഈർഷ്യത, ദേഷ്യം, കോപം, വൈരാഗ്യം, മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന്. വമാ തുഖ്ഫി സുദൂറുഹും, അവരുടെ ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതാകട്ടെ, അക്ബർ, അതിനേക്കാളും വലുതാണ്. ഖദ് ബയ്യന്നാ ലക്കുമുൽ ആയാതി ഇൻ കുന്തും തഅഖിലൂൻ. ഖദ് ബയ്യന്നാ, നാം നിങ്ങൾക്ക് തീർച്ചയായും വിവരിച്ചു തന്നിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്, അൽ ആയാത്ത്, ദൃഷ്ടാന്തങ്ങളെ, ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നത്. ഇതിന്റെ അടുത്തായത്തും എല്ലാം പറയാനുണ്ട്. നിങ്ങൾക്ക് പുറമേയുള്ളവരിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഉള്ളുകള്ളിക്കാരെ സ്വീകരിക്കരുത് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കാര്യങ്ങളെ എല്ലാം അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരെ നമുക്ക് പുറമേയുള്ള അതായത് മറ്റുള്ള നമ്മൾ ശത്രുപക്ഷത്തുള്ള ആളുകളിൽ നിന്ന് സ്വീകരിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അവര് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാം എന്ന കാര്യത്തിൽ അവരെന്താക്കൂല, ഒരു വീഴ്ചയും വരുത്തൂല. അതായത് മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ കിട്ടുന്ന ഒരു അവസരം അവരെന്താക്കൂല, പാഴാക്കൂല എന്നാണ് അതിന് പറയുന്നത്. കാരണം അവരുടെ വായകളിൽ നിന്ന് തന്നെ അവർക്കുള്ള വിദ്വേഷം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അവരുടെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്നതാണെങ്കിലോ അത് ഭയങ്കരം സ്ട്രോങ് ആയിട്ടുള്ളതുമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിതാ തെളിവുകൾ വിവരിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ. അതിന്റെ അടുത്തായത്തും പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഒരു ചുരുക്ക വിശദീകരണം പറഞ്ഞുതരാം. ശരിക്കും ഈ ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ തന്നെ വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. എന്നാലും നമുക്കൊന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ അല്ലെ. ഹാ അൻതും, നിങ്ങൾ, ഉലായി, ഇങ്ങനെയുള്ളവരാണ്. അതായത് തുഹിബ്ബൂനഹും, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. നിങ്ങളെ മനസ്സ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെയാണ്. അല്ലാഹു തആല പറഞ്ഞു തരും. എന്താ പറയുന്നത്? നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, പക്ഷേ വലാ യുഹിബ്ബൂനക്കും, അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. അതാ മനസ്സിലാക്കേണ്ടത്. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി, വതുഅ്മിനൂന, നിങ്ങൾ വിശ്വസിക്കുന്നു, ബിൽ കിതാബ്, വേദഗ്രന്ഥത്തിലുള്ളത്, കുല്ലിഹി, അതിലെല്ലാം. എന്നാൽ
ഇദാ ലഖൂക്കും അവര് നിങ്ങളെ കണ്ടുമുട്ടിയാൽ ഖാലു അവര് പറയും ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇദാ ഖലൗ ഇനി അവര് ഒഴിഞ്ഞു മാറിപ്പോയാലോ അദൂ അവര് കടിക്കും. അതായത് അലൈക്കുമുൽ അനാമിൽ നിങ്ങളെ പറ്റി അവരുടെ വിരൽ തലപ്പുകൾ കടിക്കും, വിരലുകളിൽ ഇങ്ങനെ കടിക്കുന്ന ആയിരിക്കും എന്ന് പറയുന്നു. അതൊരു പ്രയോഗമാണ്. അതിനെ കുറിച്ച് പറഞ്ഞുതരാം. മിനൽ ഗൈൽ കഠിനമായ കോപം കാരണത്താൽ. എന്നിട്ട് പറയുന്ന കുൽ നീ പറയുക മൂത്തു നിങ്ങൾ മരിച്ചുകൊള്ളുവിൻ ബിഗൈലിക്കും നിങ്ങളുടെ കോപം കൊണ്ട്. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളതിനെ പറ്റി നന്നായി അറിയുന്നവനാകുന്നു. പിന്നെ അതായത് നിങ്ങളുടെ സ്ഥിതി എന്താന്ന് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ അവരെ വല്ലാതെ സ്നേഹിക്കുന്നു, പക്ഷെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ എല്ലാ വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളെല്ലാ കിതാബുകളിലും വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പിന്നെ അവര് നിങ്ങളെ കണ്ടുമുട്ടുമ്പോ അവര് പറയും ഞങ്ങൾ വിശ്വസിച്ചെന്ന്. പക്ഷെ അവർ തനിച്ചാകുമ്പോൾ അവർ നിങ്ങളോടുള്ള ആ ഒരു ദേഷ്യം, അരിശം കൊണ്ട് അവരവരുടെ വിരലുകൾ കടിക്കുന്നവരായിത്തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുന്നു, നിങ്ങളുടെ അരിശം കൊണ്ട് നിങ്ങൾ മരിച്ചുകൊള്ളൂ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ അള്ളാഹു മനസ്സുകളിലുള്ളത് അറിയുന്നവനാകുന്നു എന്ന് പറയുക. എന്നിട്ട് അടുത്ത ആയത്തും കൂടി ആർക്കും ഒരു പ്രയാസമായി തോന്നരുത്, ഞാൻ ഒന്നിച്ച് വിശദീകരിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഇൻ തംസസ്കും ഹസനത്തുൻ ഇനി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാധിച്ചാൽ, ഇൻ തംസസ്കും അല്ലെ നിങ്ങളെ സ്പർശിച്ച് അല്ലെങ്കിൽ തീണ്ടുക ബാധിക്കുക, ഹസനത്തുൻ വല്ല നന്മയും നിങ്ങൾക്ക് വന്നാൽ തസ്ഉഹും അവർക്കത് വിഷമുണ്ടാവും, വെറുപ്പിക്കും, അവർക്ക് പ്രയാസം ഉണ്ടാവും. ഇൻ തുസിബുക്കും സയ്യിഅത്തുൻ ഇനി നിങ്ങൾക്ക് വല്ല തിന്മയും ബാധിച്ചാലോ യഫ്റഹു അവർ സന്തോഷിക്കും ബിഹ അതിനെ കൊണ്ട്. എന്നാൽ അല്ലാഹു തആല പറയുന്നത് വഇൻ തസ്ബിറു നിങ്ങൾ ക്ഷമിക്കുകയും വതത്തഖൂ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലാ യദുറുക്കും കൈദുഹും ശൈആ അവരുടെ കുതന്ത്രങ്ങൾ, കെണികൾ അല്ലെ, അവരുടെ ഒരു കുതന്ത്രവും എന്താകൂല, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവം വരുത്തുകയില്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത് നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും അവർ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും അള്ളാഹുവിന് സൂക്ഷ്മമായി അറിയുന്നതാണ്. അള്ളാഹ്ക്ക് എല്ലാം അറിയാം, അള്ളാഹ്ക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള കാലം വ്യക്തമാക്കി തരികയാണ്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 28-ാമത്തെ ആയത്തില് അവിടെ അള്ളാഹു തആല എന്താ പറഞ്ഞത്, ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ നിങ്ങൾ കാഫിരീങ്ങളെ വിശ്വാസികൾ എന്താക്കാൻ പാടില്ല, വിശ്വാസികളെ കൂടാതെയുള്ള വലിയകളാക്കി രക്ഷാധികാരികളാക്കി വെക്കാൻ പാടില്ല അല്ലെ. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖ നിങ്ങൾ സൂക്ഷിക്കാന്നല്ലാതെ, നിങ്ങൾ ജാഗ്രത പുലർത്തിക്കോളാന്നല്ലാതെ അള്ളാഹ് കയ്യിൽ യാതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ എന്താക്കിക്കോ, സൂക്ഷിച്ചോ. ഒരു ജാഗ്രതാ നിർദ്ദേശം അല്ലാഹു തആല നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരികയെ ചെയ്തത്. എന്താ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എന്താക്കണ്ട, ബിത്താനത്താക്കണ്ട. ഈ ബിത്താനത്ത് എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം വരാന്നറിയോ, ലഹാറത്തിന്റെ വിപരീതമാണ് ബിത്താനത്ത്. ലഹാറത്ത് എന്ന് വെച്ചാല് പിന്നെ പുറമേ ധരിക്കുന്നതും ഉള്ളിൽ ധരിക്കുന്നതിന് ബിത്താനത്ത് അങ്ങനെ പറയും. അതായത് പിന്നെ ഇത് വിശദമായിട്ട് പറയുമ്പോ ഇങ്ങനെ മൊത്തത്തിലുള്ള ഇപ്പം അഭ്യന്തരമായ കാര്യങ്ങൾ രഹസ്യമായിട്ട് പിന്നെ പരസ്പരം കൈമാറുന്ന രഹസ്യമായ ബന്ധങ്ങൾ പരസ്പരം കൈമാറുന്ന അടുത്ത ബന്ധപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള ആൾക്കാരുണ്ടാവൂലേ, അങ്ങനെയുള്ള ഭയങ്കര ഉറ്റ സ്നേഹിതന്മാർ, ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഉറ്റവരായിട്ടുള്ള അങ്ങനെയുള്ള ഇതിനൊക്കെ എന്ത് പറയും, ഈ ബിത്താനത്ത് എന്നുള്ള ആ ഒരു അർത്ഥം പറയുന്നുണ്ട്. അപ്പം പിന്നെ അങ്ങനെയുള്ള വിധാനത്തുകൾ നിങ്ങൾ ഇങ്ങനെയുള്ള പുറമേയുള്ള നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു. ഈ ഒരു ആയത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മദീനയില് അവിടെയുള്ള യഹൂദികളും അവിടെയുള്ള അറബികളും തമ്മിൽ ജാഹിലിയത്തിൽ നല്ല ബന്ധമായിരുന്നു അല്ലെ. പഴയ സഖ്യകക്ഷികൾ, സഖ്യബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ ആ ഒരു ബന്ധം അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തിപരമായ ബന്ധം മുസ്ലിങ്ങളും ഈ പറഞ്ഞ യഹൂദികളും തമ്മിൽ. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോ
എന്താ സംഭവിക്കുന്ന വെച്ചാല് മുസ്ലിങ്ങളിലെ ചില രഹസ്യങ്ങൾ അല്ലെ, അത് യഹൂദികൾക്ക് അറിയാനുള്ള ഒരു അവസരം. യഹൂദികളാണെങ്കിലോ അവര് ഈ ബന്ധത്തെ ചൂഷണം ചെയ്തിട്ട് രഹസ്യങ്ങൾ ചോർത്തിയെടുത്തിട്ട് എന്താക്കും, മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തും. അവര് താൽക്കാലികമായിട്ട് ഈ പറഞ്ഞ ആളുകളിൽ തന്നെ, ഈ യഹൂദികളിൽ തന്നെ താൽക്കാലികമായിട്ട് ഇസ്ലാമിന്റെ വേഷം അണിഞ്ഞ മുനാഫിക്കുകളും ഉണ്ട് എന്നാ പറയുന്നത്. മുനാഫിഖ് കപട വിശ്വാസികൾ, അവരും ഈ മുസ്ലിങ്ങളുമായിട്ട് നല്ല അടുത്ത ബന്ധം സ്ഥാപിക്കും. എന്നിട്ട് എന്താ ഇത് രണ്ടിന്റെ അനന്തര ഫലം എന്താ സംഭവിക്കുക? മുസ്ലിങ്ങളുടെ രഹസ്യങ്ങൾ അവര് ചോർത്തിയെടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് പ്രശ്നങ്ങൾക്ക് ഇതുണ്ടാക്കും. സത്യത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളെ അവസ്ഥ പറഞ്ഞല്ലേ, നിങ്ങൾ എന്താണ് ഹാ അൻതും ഉലായി തുഹിബ്ബൂന അല്ലെ, നിങ്ങള് പാവം, നിങ്ങൾ നല്ല ആൾക്കാരാണ്, നിങ്ങൾ എല്ലാരെയും എന്താക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. കാരണം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, തുറന്ന മനസ്സുള്ളവരാണ് അല്ലെ. പക്ഷെ അപ്പുറത്തുള്ള ഈ യഹൂദികളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവര് കപടന്മാരാണ് അല്ലെ, അവര് ചതിക്കുന്നവരാണ്, വഞ്ചിക്കുന്നവരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. അവരുടെ ഹൃദയങ്ങള് വിഷകലുഷിതങ്ങളാണെന്ന് പറയുന്നത്. അത്രയും അല്ലെ. ഇന്നും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. മുസ്ലിങ്ങളോട് ബാഹ്യമായിട്ട് നല്ല അവസ്ഥ കാണിക്കുകയും നല്ലതായ ഇതിലൊക്കെയും ഉള്ളിൽ ഭയങ്കരമായ വിദ്വേഷം, വെറുപ്പും ശത്രുതയും വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ ബന്ധങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, കൂട്ടുകെട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതിന്റെ ഭവിഷ്യത്ത് ഭയങ്കര ഗുരുതരമാണ് എന്നുള്ളതാണ് അല്ലാഹു തആല നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പം ഇവിടെ മുസ്ലിങ്ങളുമായിട്ട് ഒരു തരത്തിലും കൂട്ടുകൂടാൻ പാടില്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് ഒരിക്കലും പിന്നെ സത്യവിശ്വാസികളല്ലാത്തവരോട് ഒരു ബന്ധവും സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളല്ല. പക്ഷെ അണഞ്ഞ ബന്ധം, ഒരു ഭയങ്കരമായ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവൂലേ, അത് അള്ളാഹു തആല നമ്മൾ ഈ ആയത്തുകളിലൂടെ നമുക്ക് അള്ളാഹു തആല വിരോധിക്കാം. ഈ ഒരു ആയത്ത് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾക്ക് വേണ്ടി മാത്രം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. കാരണം ഇതിലെ ഓരോ ആയത്തുകളുടെ ഘടനയും അതിന്റെ അർത്ഥവും അതിന്റെ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുമ്പോൾ ഇത് എല്ലാ കാലത്തും ബാധകമായ കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മള് മക്കള് ഇന്ന് അല്ലെ പഠിക്കുന്ന സ്ഥാപനങ്ങളിലും എല്ലാം ഈ പറഞ്ഞ രീതിയിലുള്ള ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ കുട്ടികൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് വല്ലാത്ത ഒരു ആത്മബന്ധം സ്ഥാപിച്ച് പോകുന്നതിനെ നമ്മൾ അതിന് പ്രോത്സാഹിപ്പിക്കണ്ട. അത് വിചാരിച്ചിട്ട് അവരോട് നമ്മൾ ശത്രുതയിൽ നിൽക്കാൻ പറയണോ? അതും വേണ്ട. ബന്ധം സ്ഥാപിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ഒരു വല്ലാത്ത ഒരു ഇതുണ്ടല്ലോ, ആ രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതാണ് എന്താക്കുന്നത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചിട്ടുള്ളത്. പിന്നെ മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്ന ഇതര സമുദായങ്ങള്, അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും നമ്മൾ എന്താക്കാൻ പാടില്ല, കൂട്ടുപിടിച്ച് ചേർത്ത് ഒറ്റിപ്പിച്ച് അല്ലെ എല്ലാത്തിലും ഐക്യം, സൗഹാർദ്ദം, സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരെയും പിടിച്ച് നമ്മൾ എന്താക്കണ്ട, ഓരോ സ്ഥാനത്തൊന്നും കൊണ്ടിരുത്തണ്ട. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. അതായത് നമ്മള് ഇപ്പം അമുസ്ലിങ്ങളുമായിട്ട് സ്നേഹത്തിലും നല്ല മമതയിലും വർത്തിക്കുന്ന കാര്യത്തിലൊന്നും എന്താക്കേണ്ടതില്ല. അതിനൊന്നും ഇസ്ലാമില് ഒരു വിയോജിപ്പും ഇല്ല. അവസ്ഥകളാണ് വ്യത്യാസമുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ട് വ്യത്യാസമുണ്ട് അല്ലെ. പിന്നെ കാരണം ആ രീതിയിലുള്ള സമീപനമുള്ള ആളുകൾ ഇന്നും ഉണ്ട്. നമുക്കത് വ്യക്തമായിട്ട് തന്നെ പല കാര്യങ്ങളിലും നമ്മളത് വ്യക്തമായി കണ്ടതും കേട്ടതുമാണ് അല്ലെ. നമ്മൾ കേട്ട് അറിയുന്നുണ്ട് അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഈ ഒരു വിദ്വേഷം ശരിക്കും പലയിടത്തും അത് പ്രകടമായതാണ്, വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ആ രീതിയിൽ തന്നെ അകറ്റി മാറ്റി നിർത്തുന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്നുള്ളത്.
ഇത് നമുക്ക് പിന്നെ നല്ല വ്യക്തമായിട്ട് അള്ളാഹു തആല മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ എന്താക്കാൻ പാടില്ല, ആ ഒരു വല്ലാത്ത രീതിയിലുള്ള ബിത്താനത്ത് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ ഭവിഷ്യത്ത് അത് ഭയങ്കരമായിരിക്കും. എന്നാൽ ഇങ്ങനെയെല്ലാം പിന്നെ ആണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ടല്ലോ, അവരെ സ്വഭാവം ഇങ്ങനെയാണ്. പിന്നെ അവരുടെ ഹൃദയത്തില് പിന്നെ മറച്ചു വെക്കുന്നത് ഭയങ്കര കഠിനമായ വിദ്വേഷമായിരിക്കും. വായുകളിലൂടെ തന്നെ വിദ്വേഷം പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ. ചില സമയത്ത് ചിലരൊക്കെ വിഷം തീറ്റുന്നത് നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ട് അല്ലെ. വിഷം പുറത്തേക്ക് വരുന്നത്, ഉള്ളിലുള്ള വിഷം പുറത്തേക്ക് ചില സമയത്ത് വരാറുണ്ട്. അള്ളാഹു നമുക്ക് അത്തരത്തിലുള്ളവരെ മനസ്സിലാക്കാനും അങ്ങനെയുള്ളവരോട് ഈ പറഞ്ഞ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. എന്നാ അങ്ങനെയൊന്നും അല്ലാതെ പിന്നെ അല്ലെ, വളരെ നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഇഷ്ടത്തിലും ആഗ്രഹിക്കുന്ന നല്ല അന്യമതസ്ഥരായ നല്ല ആളുകളുണ്ട്. അവരോട് നമുക്ക് നല്ല ബന്ധം സ്ഥാപിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ എങ്ങനെയുള്ളവരാണെങ്കിലും ആ ഒരു വല്ലാത്ത ഒരു ഇത് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ പാടില്ല. അതിൽ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നത്, അതാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും ഹൈർ. ഇനിയിപ്പം അവര് ഈ രൂപത്തിലൊക്കെ ആണെങ്കിലും അല്ലെ, അല്ല എന്താ പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാന്, അവരുടെ പിന്നെ വിഷവും കൊണ്ട് അങ്ങ് പോയിക്കോട്ടെ അല്ലെ. ഖുൽ മൂതു ബിഗൈലിക്കും, നിങ്ങൾ മരിച്ചോ, നിങ്ങളെ പിന്നെ ഇതും കൊണ്ട് നിങ്ങൾ മരിച്ചോ. കാരണം പിന്നെ പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അവര് സന്തോഷിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് വരുമ്പോ അവർക്ക് വിഷമം ഉണ്ടാവും. ഇങ്ങനെയുള്ള അള്ളാഹു തആല പറഞ്ഞല്ലോ. ഇങ്ങനൊക്കെ ആണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 120-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് വ ഇൻ തസ്ബിറു വതത്തഖു, വ ഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമ കാണിക്കുകയും, വ ഇൻ തസ്ബിറു നിങ്ങൾ ക്ഷമിക്കുകയും, വതത്തഖു നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം ലാ യദുറുക്കും കൈദുഹും ശൈആ, അല്ലെ, അവരുടെ തന്ത്രം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവം വരുത്തുകയില്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ, അവർ പ്രവർത്തിക്കുന്നതിന് അള്ളാഹു വലയം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. അതായത് അള്ളാഹു ശരിക്കും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നമുക്ക് അള്ളാഹുവിന്റെ ആ ഒരു സംരക്ഷണ വലയത്തിനുള്ളില് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളോട് അള്ളാഹു തആല പറഞ്ഞ കാര്യം എന്താണ്? ഇൻ തസ്ബിറു വതത്തഖു, ക്ഷമ പാലിക്ക, സൂക്ഷ്മത അല്ലെ, തഖ്വ, സബർ, ഇത് രണ്ടും നമ്മളിൽ ഉണ്ടെങ്കിൽ അവരുടെ ഒരു കുതന്ത്രവും നമ്മളെ മേൽ എന്തുണ്ടാവൂല, ഏൽക്കൂല. നമ്മളെ അവർക്കൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശരിക്കും ഇങ്ങനെയുള്ള വാചകങ്ങള് നമ്മള് ഭയങ്കരമായിട്ട് ഓർക്കണം. ശരിക്കും ഈ ഭാഗങ്ങൾ ഉണ്ടല്ലോ, ഈ ആയത്തുകൾക്ക് ശേഷം വരുന്ന ഭാഗം എന്ന് പറയുന്നത്, ഇനി നമുക്ക് എടുക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സുബ്ഹാനല്ലാഹ്, ഭയങ്കരമായിട്ട് നമ്മളെ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇനി കടന്നത്. അതിനു മുമ്പായിട്ടാണ് അല്ലാഹു തആല ഈ നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ എന്താക്കണ്ട, ഇങ്ങനെയുള്ള യഹൂദികളെ അല്ലെ, ചാരന്മാർ, ഉള്ളുകള്ളിക്കാരായിട്ട് സ്വീകരിക്കാൻ പാടില്ല. അപ്പം ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു ഒരു നബിയെ നിയോഗിക്കുകയോ ഒരു ഖലീഫയാക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 2 തരം ബിത്താനത്തുകൾ ഉണ്ടാകാതിരിക്കുകയില്ല. 2 തരം ബിത്താനത്തുകൾ ഉണ്ടാകും പോലും. അതായത് നന്മ കൊണ്ട് ഉപദേശിക്കുകയും അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബിത്താനത്തും, തിന്മ കൊണ്ട് ഉപദേശിക്കുകയും അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബിത്താനത്തും. അള്ളാഹു ആരെ കാത്തു രക്ഷിച്ചുവോ അവരത്ര രക്ഷപ്പെട്ടവർ. പിന്നെ എന്നിട്ട് പിന്നെ ഈ ഒരു ഹദീസിന്റെ ഇതില് തുടർന്ന് പറയാണ്, പിന്നെ ഉമർ റളിയല്ലാഹുവിനോട് പറയപ്പെട്ടു, അതായത് ഹീറക്കാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുണ്ട് ഇവിടെ. അവൻ ഓർമ്മ ശക്തിയുള്ളവനും എഴുത്തുകാരനുമാണ്. അവനെ അവിടുന്ന് ഒരു എഴുത്തുകാരനായി എടുക്കുന്നത് കൊള്ളാമെന്ന്. അപ്പം അതായത്
പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പിന്നെ ആ ഒരു പിന്നെ അതായത് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു എഴുത്തുകാരൻ വെച്ചാൽ ഈ അക്കൗണ്ടന്റ് എന്നെല്ലാം പറയില്ലേ, കണക്കെല്ലാം നോക്കുന്ന, എങ്ങനെ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്ന അങ്ങനെയുള്ള ഒരാളായിട്ട് എഴുതാന് ഒരു ഹീറക്കാരിൽപ്പെട്ട ഒരാളെ പിന്നെ എടുത്തിനെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്താൽ സത്യവിശ്വാസികൾക്ക് പുറമേ ഉള്ളവരിൽ നിന്ന് ഒരു വിത്താനത്തിനെ സ്വീകരിക്കുകയായി തീരും. അപ്പൊ അത് പാടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പം മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഈ അമുസ്ലിങ്ങളായിട്ടുള്ള അന്യമതസ്ഥരായ ആളുകളെ പോലും ഈ മുസ്ലിങ്ങളുടെ ഉള്ളുകളികൾ അറിയാൻ ഇടവരുന്ന ഇത്തരം ജോലികളിൽ പിന്നെ നിശ്ചയിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭരണകൂടത്തിന്റെ കീഴിൽ എഴുത്ത് ജോലികൾ നടത്തുന്ന ആളുകള് ഭരണപരമായ രഹസ്യങ്ങൾ മനസ്സിലാക്കി ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് പിന്നെ ഈ കാര്യങ്ങൾ ഹദീസുകളിൽ നമ്മൾ മനസ്സിലാകുന്നത് അല്ലെ. പക്ഷെ സത്യം പറയാലോ, നമ്മളെല്ലാം മുസ്ലിം പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിൽ ആ ഒരു ഗൗരവം കാണിക്കുന്നില്ല എന്നാണ് നമുക്ക് പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാഴ്ച അല്ലെ. പലതിലും ഈ പറഞ്ഞ രീതിയിലുള്ള ആളുകളെ വെച്ചിട്ട് തന്നെ എന്ത് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാഹു ആലം അറിയില്ല. എന്തായാലും കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹു നമ്മളോട് ഇത്രയും ഗൗരവത്തിൽ ഈ ഒരു യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ എന്ന് വിളിച്ച് നമ്മളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ വളരെയധികം ഗൗരവത്തിൽ തന്നെ പിന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലെ. ശരിക്കും എല്ലാ കാര്യത്തിലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കണം. ഇപ്പൊ നമ്മള് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മക്കള് സൗഹൃദം ഉണ്ടാക്കുന്ന വലയങ്ങള് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നല്ല കൂട്ടുകെട്ടുകൾ എപ്പോഴും നന്മയെ വരുത്തൂ, ചീത്ത കൂട്ടുകെട്ടുകള് അത് തിന്മയിലേക്ക് കൊണ്ടെത്തിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ അല്ലെ. ഇപ്പം പിന്നെ അമുസ്ലിങ്ങളിൽപ്പെട്ട ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം കുട്ടികൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, കോളേജുകളിലും അങ്ങനെയുള്ളതൊക്കെ പോയി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഹറാമുകളൊന്നും ഇല്ലല്ലോ അല്ലെ. അവർക്കൊന്നും ഹറാമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. അവർക്ക് എല്ലാ ഹലാലാണ്, എന്തും പ്രശ്നമില്ല അല്ലെ. എന്തായാലും പ്രശ്നമില്ല, എങ്ങനെ ആയാലും പ്രശ്നമില്ല. ഇപ്പം വേഷവിധാനത്തിന്റെ കാര്യത്തില് പെൺകുട്ടികള് പിന്നെ ഇന്ന് എന്താണ് ഇത്രമാത്രം അധപ്പതിച്ചു പോകാൻ കാരണം? സോഷ്യലായിട്ട് എല്ലാവരുമായിട്ട് ഒന്നിച്ച് ഇങ്ങനെ ഇടപഴകി ജീവിക്കുമ്പോൾ ആധുനിക സമൂഹത്തില് ഇല്ലേ നമ്മളെ മക്കള് അവരും അവരെ പോലെ ആകാൻ നോക്കിയെന്ന്. ശരിക്കും അവരെന്തുകൊണ്ട് നമ്മളെ പോലെ ആകുന്നില്ല അല്ലേ? സുബ്ഹാനല്ലാഹ്. വളരെ അപൂർവം ചില കുട്ടികൾക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാതെ നമ്മൾ കാണുന്ന കാഴ്ച എന്താ ഇന്ന് അല്ലെ? കുട്ടികളൊക്കെ അനുകരിക്കുന്നത് ആരെയാണ്? ആരെ പോലെ ആകാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് രീതിയിലേക്കാ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹം? കുട്ടികളെന്ന് മാത്രമല്ല അല്ലെ, മുതിർന്നവരും എല്ലാരും ഈ പറഞ്ഞ ഈ പറഞ്ഞ രീതിയിലേക്ക് ആയി മാറിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ശരിക്കും അത് എന്തുകൊണ്ടാ സംഭവിക്കുന്നത്? അത്തരം ആളുകളുമായിട്ടുള്ള ഇടപഴകലിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. ഞാനത് പലപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ അമുസ്ലിംസുമായിട്ട് ഭയങ്കര അടുത്ത് ഇടപഴകുന്ന ചില അയൽപക്ക ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉള്ള അവരിൽ വളരുന്ന കുട്ടികളുടെ വേഷവിധാനം ഞാൻ പലപ്പോഴും ഒന്ന് രണ്ട് ഫാമിലീസ് അങ്ങനെ നോട്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് തട്ടമിടുന്ന കാര്യത്തിലൊന്നും ഒരു തരത്തിലും വലിയവർക്കും ഇല്ല, ചെറിയവർക്കും ഇല്ല. വലിയവർക്ക് ഉണ്ടായാലല്ലേ കുട്ടികൾക്ക് ഇത്തിരിയെങ്കിലും ഉണ്ടാകാന് ഒരു മടിയും ഇല്ലാതെ അല്ലെ, ഒരു ഷാള് പോലും പിന്നെ ഒരു മാരടത്തിലേക്കൂടി പോലും ഇടണമെന്ന്
ഒരു ചിന്തയില്ലാത്ത ആ രീതിയിൽ വേഷം ധരിച്ച് നടക്കുന്നതിന് ഒരു മടിയുമില്ലാതെ ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു ചിന്തയാണത്. അവര് അങ്ങനെയുള്ളവരുമായിട്ടാണ് കൂടുതൽ അടുത്തിടപഴകുന്നത്. ഉം അപ്പൊ അവർക്ക് അതൊന്നുമില്ല, ഒരു പ്രശ്നം തോന്നില്ല. സത്യത്തില് നമ്മളെ ഞാൻ വലിയ വലിയ നല്ല ആളാണെന്ന് വരുത്തി തീർക്കുന്നല്ല. പക്ഷെ നമുക്കിപ്പോ നമ്മളൊരു അന്യ മതത്തിൽപ്പെട്ട ഒരു കുട്ടി തട്ടമൊന്നുമില്ലാതെ ഒരു ജീൻസും പിന്നെ ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് കാണുമ്പോൾ നമുക്ക് വലിയ കുഴപ്പം തോന്നൂല. കാരണം ഇപ്പൊ അതൊരു സാധാരണ. പക്ഷെ നമ്മളെ മതത്തിൽ തന്നെയുള്ള നമ്മളെ അത്രയും ഇതായിട്ട് കഴിയേണ്ട ആൾക്കാര് ആ രീതിയിൽ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഉടുതുണ അയച്ച് നടക്കുന്ന ഒരു ഫീലിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല. പക്ഷെ അവർക്ക് എന്തോ അങ്ങനെ തോന്നുന്നില്ല. എന്തോ ഒരു പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ചില കുടുംബങ്ങളില് ഈ പറഞ്ഞ മദ്യപാനം, ഈ ലഹരി, അങ്ങനെയുള്ള ഇതിലൊക്കെ ഈ അന്യമതസ്ഥരായ ആളുകൾക്ക് അതൊന്നും പ്രശ്നമില്ലല്ലോ. അവർക്കതൊന്നും പാടില്ല. അവരില് അങ്ങനത്തെ കാര്യങ്ങളിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അവരെല്ലാരും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അവരിൽ തന്നെ നല്ല പിന്നെ എല്ലാ അനാവശ്യങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള എല്ലാ വൃത്തികളിൽ നിന്നും വിട്ടു നിൽക്കുന്ന നല്ല വിശ്വാസി, അതായത് അവരുടെ മതത്തിലെ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല ആളുകളും ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള നല്ല ആൾക്കാരുണ്ട്. പക്ഷെ കൂടുതലും പിന്നെ എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആളുകളെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ സഹവസിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ കള്ളു കുടിക്കുന്നതിനെ കൊണ്ടോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതങ്ങനെ അവരെ പോലെ അങ്ങനെ ജീവിക്കുന്നുണ്ടാവും. അപ്പം നമ്മള് ഈ അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം ചെറിയ ചെറിയ തലം, അതായത് നമ്മള് കുഞ്ഞു മക്കൾ വളർന്നു വരുമ്പോൾ മുതല് ഈ കാര്യങ്ങളിൽ എന്താക്കണം, നമ്മള് സൂക്ഷ്മത പാലിക്കണം, സൂക്ഷ്മത പുലർത്തണം. ഒരു മിനിറ്റ്. അപ്പം ചെറിയ തലം മുതല് നമ്മള് ആ ഒരു വിഷയത്തില് സൂക്ഷ്മത പുലർത്തി തന്നെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലെ. നല്ല കൂട്ടുകെട്ടുകളിൽ തന്നെ മക്കളെ എല്ലാം അള്ളാഹു മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ മാതാപിതാക്കള് ഈ ഒരു വിഷയത്തിൽ ഭയങ്കര പ്രയാസത്തിലാണ്. ഒരുപാട് ആളുകള് പല വിഷയങ്ങളിലും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും സുബ്ഹാനല്ലാഹ് ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഓരോ മാതാപിതാക്കളും ആശങ്കാകുലരായിക്കൊണ്ടാണ് ജീവിക്കുന്നത്. വല്ലാത്ത ടെൻഷൻ അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്ക് നമ്മളെ മക്കളെ അവസ്ഥ അല്ലെ പറയാനും അറിയാനും കഴിയാത്ത ഒരു വല്ലാത്തൊരു, ഇനി എന്ത് സംഭവിക്കും, ഇനി എന്താ, ഒരു വല്ലാത്തൊരു ആശങ്ക അല്ലെ. അള്ളാഹു സമാധാനവും നിർഭയത്വം തന്നെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മകളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെയും നമ്മളെ മക്കളെയും വരും തലമുറകളെയും അള്ളാഹു എല്ലാ ഫിത്നകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാൻ, യഥാർത്ഥ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെ മുമ്പിൽ നമ്മൾ സ്വർഗം കാണണം അല്ലെ. നമ്മൾ സ്വർഗത്തെ കണ്ട് നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ വാക്കുകളും നമ്മുടെ നോട്ടങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ മുമ്പിൽ സ്വർഗം നമ്മൾ കാണണം. ആ സ്വർഗത്തിന് ആകുന്നുണ്ടോ അല്ലെ. സ്വർഗീയ ഭവനങ്ങൾ നമ്മൾ സ്വപ്നം കാണണേ. നമ്മളിപ്പോ സ്വന്തമായിട്ട് നമ്മള് ഇവിടെ ഒരു വീട് വെക്കുന്നുണ്ടെങ്കിൽ, ഒരു വീട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. എന്തെല്ലാം പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വീട് വെച്ച ആളുകൾ തന്നെ ആ വീടിനെ മനോഹരമാക്കാൻ അല്ലെ, ഭംഗിയുള്ളതാക്കാൻ നിരന്തരം എന്തൊക്കെയാ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതിന്റെ എന്താ പറയാ, ഒരു 50% എങ്കിലും അല്ലെ, അത്രയെങ്കിലും നമ്മള് നമ്മളെ നാളത്തെ നമ്മളുടെ സ്വർഗീയ ഭവനങ്ങൾക്ക് വേണ്ടിയിട്ട്
നമ്മള് കൊടുക്കുന്നുണ്ട്. നമ്മളെ പരിശ്രമങ്ങള്, നമ്മളുടെ സമയങ്ങള് ആ രീതിയിലേക്ക് നമ്മൾ ആകുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നേറുന്ന സൗഭാഗ്യവാന്മാർ അല്ലാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ക്ഷമ പാലിച്ചുകൊണ്ട്, അല്ലെ തഖ്വ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്ക് നമ്മളെ ഒരിക്കലും നമ്മൾ എന്താക്കരുത്, ഇട്ടുകൊടുക്കരുത്. അല്ലെ? അള്ളാഹുവിന്റെ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം നമ്മൾ തീർച്ചയായും വളരെ ഗൗരവത്തിൽ തന്നെ അതിനെ കാണണം. ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. പിന്നെ ഈ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ആയത്തുകൾ അർത്ഥം പറഞ്ഞുതരാം. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, ലാ തത്തഖിദു ബിത്താനത മിൻ ദൂനിക്കും, നിങ്ങൾക്ക് പുറമേ ഉള്ളവരിൽ നിന്ന് ഉള്ളുകള്ളിക്കാരെ നിങ്ങൾ സ്വീകരിക്കരുത്. അതായത് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാക്കി നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ആളുകളെ സ്വീകരിക്കാൻ പാടില്ല. കാരണം ലാ യഅലൂനക്കും ഖബാലൻ, അവര് നിങ്ങളുടെ കാര്യത്തില്, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന വിഷയത്തില് അവര് ഒരു വീഴ്ചയും വരുത്തൂല. വദ്ദു മാ അനിത്തും, അവര് ഇഷ്ടപ്പെടുന്നത്, അവര് നിങ്ങൾ പ്രയാസപ്പെടുന്നതാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെയുള്ള ആളുകളെ, നമ്മൾ പ്രയാസപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മൾ എന്താക്കണ്ട, ബിത്താനത്തായിട്ട് സ്വീകരിക്കണ്ട. നമ്മളെ രഹസ്യങ്ങൾ അറിയുന്ന, നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്ന ഒരാളായിട്ട് നമ്മൾ അങ്ങനെയുള്ളവരെ സ്വീകരിക്കണ്ട. കാരണം അവരുടെ കത് ബദത്തിൽ ബഗ്ദാഉ മിൻ അഫ്വാഹി, അവരുടെ വായകളിൽ നിന്ന് തന്നെ അവരുടെ വിദ്വേഷം വെളിപ്പെട്ടതാണ്. പിന്നെ വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, അവരുടെ ഹൃദയങ്ങളിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നത് അതിനേക്കാളും ഗുരുതരമായതുമാണ്, അതിനേക്കാൾ ഭയങ്കര വലുതാണെന്ന് പറയുന്നത്. ഖദ് ബയ്യന്നാ ലക്കുമുൽ ആയാത്ത്, നിങ്ങൾക്കിതാ ഞാൻ കൂടുതൽ തെളിവുകൾ വിവരിച്ചു തന്നിരിക്കുന്നു. ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ. ഇപ്പൊ ചിന്ത എന്നുള്ളത് എല്ലായിടത്തും നമ്മൾ എന്താക്കണം, കൊണ്ടുവരണം. അല്ലെ? എല്ലായിടത്തും കൊണ്ടുവരണം. എന്ത് പറയുമ്പോഴും, ഞാനിത് പറയുമ്പോ, ഇല്ല ഞാനിത് ചെയ്യുമ്പോ ഇതിലെന്താ എനിക്കുള്ള ബെനിഫിറ്റ്? ഇവിടേക്കല്ല, അല്ലെ? ഇവിടത്തേക്ക് നമ്മൾ പരലോകം മാത്രം ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോ ശരിക്കും ഇവിടേക്ക് നമുക്ക് അള്ളാഹു തരും എന്നാ പറഞ്ഞത്. ശരിക്കും ഈ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോ ശരിക്കും അതിന്റെ ഒരു സുഖം ആസ്വദിക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ ഈ ഒരു ദീനീ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് നല്ല സൗഹൃദങ്ങള്, സൗഹൃദ വലയങ്ങള്, സുഹൃത് ബന്ധങ്ങള്, ഏത് അല്ലെ? സുബ്ഹാനല്ലാഹ്, നമുക്ക് കണ്ടാലും വിളിച്ചാലും നമുക്ക് പറയാനുള്ളത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞെത്തുമ്പോ റബ്ബിന്റെ ഖുദ്റത്തുകളെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് നമ്മള്, അല്ലെ? അൽഹംദുലില്ലാ, നമുക്ക് എന്തും പറയാ അല്ലെ? എന്തും കേൾക്കാനും തയ്യാറായിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റിലും ഇങ്ങനെ തയ്യാറായിട്ട്, ശരിക്കും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എല്ലാരോടും പറയണമെന്ന്. എനിക്കിങ്ങനെ എല്ലാരടുത്തും വിളിച്ച് പറയണം പലപ്പോഴും തോന്നും. പിന്നെ ചിലർക്ക് അത് ഇഷ്ടപ്പെടൂലല്ലോ. ചിലരുടെ സന്തോഷങ്ങള്, ചിലരുടെ അനുഭവങ്ങളിൽ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് പങ്കുവെക്കുമ്പോ ഞാൻ വിചാരിക്കും ഇതങ്ങ് മെയിൻ ഗ്രൂപ്പിൽ അങ്ങ് ഷെയർ ചെയ്താലോ. പിന്നെ ചിലരുടെ വോയിസ് അങ്ങനെ ഷെയർ ചെയ്യുന്നൊന്നും ഇഷ്ടപ്പെടൂല. പിന്നെ ഇതെങ്ങനെയാ എല്ലാരോടത്തും പറയാന്ന് ഞാനിങ്ങനെ വിചാരിക്കും ചില കാര്യങ്ങൾ. അതായത് നമ്മളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടല്ലേ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കുന്നതും പറയുന്നതും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എല്ലാം കേൾക്കാനുള്ള സമയവും സാഹചര്യങ്ങളും അള്ളാഹു അനുകൂലമാക്കി തരട്ടെ. ആമീൻ. പിന്നെ എന്ത് ചെയ്യുമ്പോഴും ഇത് നാളത്തെ എൻ്റെ ഇബാദത്തുകളിലേക്കുള്ള ഒരു 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 ബെനിഫിറ്റ് ആകുന്നുണ്ടോ, അല്ലെ? സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ അടുത്ത് എത്തുമ്പോ മാലിക് യൗമിദ്ദീൻ,
സുബ്ഹാനല്ലാഹ്. ആ ആയത്തിന്റെ വിശദീകരണം എല്ലാരും കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ? എല്ലാരും കേട്ടിട്ടുണ്ടാവൂലേ? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ ആ റബ്ബിന്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോ അള്ളാന്റെ അടുത്ത് എല്ലാം കണക്ക് നോക്കുന്ന് പറയുന്നുണ്ട് അല്ലെ? അർറഹ്മാൻ റഹീമായ അള്ളാഹു സുബ്ഹാനഹു വ തആല മാലിക് യൗമിദ്ദീനാണ്. അള്ളാന്റെ കാരുണ്യം, റഹ്മത്ത് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ട് പിന്നെ അള്ളാന്റെ ആ ഒരു പ്രതിഫല ദിവസം നമുക്ക് നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ കൂട്ടത്തിലേക്ക് ഇത് വരുമോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നതിനെ കുറിച്ച്, നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ നമ്മളെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും എപ്പോഴും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും തീർച്ചയായിട്ടും. ശരിക്കും സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമുക്ക് തന്ന വലിയൊരു നിധിയാണ് അല്ലെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു അക്ബർ. നമ്മളത് ശരിക്കും അറിഞ്ഞ് അറിഞ്ഞ് ആസ്വദിച്ച് നമുക്ക് അത് നല്ലപോലെ മനസ്സിലായി എന്നിട്ട് നമ്മൾ അതിനെ പാരായണം ചെയ്യുമ്പോൾ എത്ര മനസ്സിലാക്കിയാലും നിസ്കാരത്തില് അത് ഓർത്തുകൊണ്ട് അതിന്റെ ആ ഒരു അർത്ഥതലങ്ങളും ആശയങ്ങളും ആഴത്തിൽ ചിന്തിച്ച് എന്റെ റബ്ബിന്റെ മുമ്പിലാ ഞാനിത് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്തയോടെ അങ്ങനെ നിസ്കരിക്കുമ്പോ എന്തൊരു ഭംഗിയാണല്ലേ നമ്മളെ നിസ്കാരത്തിന്. സുബ്ഹാനല്ലാഹ്. എല്ലാ സമയത്തും ആ രീതിയിൽ നമുക്ക് നിസ്കരിക്കാനുള്ള നല്ലൊരു ഈമാൻ അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട്, ചിലപ്പോഴൊക്കെ കൈവിട്ടു പോകാറുണ്ട്. അല്ലാഹു അക്ബർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എല്ലാവരുടെയും അവസ്ഥ അങ്ങനൊക്കെ തന്നെ ആയിരിക്കും അല്ലെ? സുബ്ഹാനല്ലാഹ്. പിന്നെ പഠിച്ച ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അർത്ഥസഹിതം പാരായണം ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൽ നമുക്ക് നല്ല ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടല്ലേ? എന്നാലും ചിലപ്പോഴൊക്കെ എന്താകുന്നുണ്ട്, കൈവിട്ട് പോകുന്നുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മളിങ്ങനെ പരിശ്രമം എല്ലാ കാര്യത്തിലും നമ്മള് ഒന്നും കൂടി നമ്മൾ ശരിയാകാനുണ്ട്. നിസ്കാരം വസ്തഈനു ബിസ്സബ്രി വസ്സലാ അല്ലെ? ആ ഒരു ഇതിലേക്ക് നമ്മള് ഉയരണം. അള്ളാഹു തആല നമുക്ക് അത്തരത്തില് എത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കാരണം അങ്ങനെയുള്ളവരുടെ കൂടെയാണ് അള്ളാഹു തആല ഉള്ളത് അല്ലെ? സബർ, തഖ്വ ഇതെല്ലാം മുതലാക്കി ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളില്. അങ്ങനെ ആകുമ്പോ അള്ളാന്റെ സംരക്ഷണം നമുക്ക് കിട്ടും അല്ലെ? അൽഹംദുലില്ലാ. അള്ളാഹു യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ സച്ചരിതരായ നല്ല അടിയാന്മാരുടെ കൂട്ടത്തിൽ ശരിക്കും ഓരോ എക്സാമ്പിള് നിങ്ങൾ ചിന്തിച്ചു നോക്കില്ലേ? നമ്മളെ കുറിച്ച് അള്ളാഹ് സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പ്രത്യേകമായിട്ട് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഓർക്കുന്ന ഒരവസ്ഥ അല്ലെ? അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളെല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു അവനിഷ്ടപ്പെട്ട, അവൻ തൃപ്തിപ്പെട്ട നല്ലവരായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിലൂടെ നമുക്ക് അവൻ വാഗ്ദാനം ചെയ്ത ആ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിന് അർഹത നേടാൻ ഉതകുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒന്നും ചെയ്യാതെ നമുക്ക് സ്വർഗം കിട്ടൂല. വെറുതെ ഇരുന്നാൽ നമുക്ക് സ്വർഗം കിട്ടൂല. നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് അല്ലെ? അള്ളാഹു എല്ലാ കാര്യങ്ങളും അവന്റെ തൃപ്തിയിലായിക്കൊണ്ട് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ഇഖ്ലാസോടെ നല്ല നിയത്തോടെ ഏതൊരു അമലും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇന്നലെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഇന്നലെയാണോ മിന്നാന്നോന്നും അറിയില്ല. മാതാപിതാക്കളോടുള്ള കടമ പറയുന്ന ഒരാള് എഴുതിയ ഒരു അനുഭവക്കുറിപ്പ്. സത്യത്തില് അങ്ങനെയുള്ള ഓരോന്നും വായിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മളെ മുമ്പില് അള്ളാഹു തരുന്ന അവസരങ്ങളെ നമ്മൾ പാഴാക്കി കളയാതെ അല്ലെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഉപയോഗപ്പെടുത്താം. ഓരോന്നും അള്ളാഹുവിനുള്ള ഇബാദത്താക്കി അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ള ഒരു നിയത്തോടു കൂടി കർമ്മങ്ങളെ നന്നാക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. നിന്റെ സഹായവും നിന്റെ കാരുണ്യവും ഇല്ല എങ്കിൽ ഞങ്ങൾക്കൊന്നും കഴിയൂല റഹ്മാനായ റബ്ബേ. ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ.
ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലാഹുവേ. അതിനുള്ള നല്ല ആരോഗ്യം, ആഫിയത്ത്, നല്ല ഉന്മേഷം, ഉത്സാഹം എല്ലാം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന് എല്ലാം ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങള് മനുഷ്യ സഹജമായ ഞങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട് അല്ലാഹുവേ. ഞങ്ങളെ വീഴ്ചകൾ നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. വന്നുപോയ തെറ്റുകളെയൊക്കെ നീ പുറത്ത് തിരുത്തി അതിന് പകരമായ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ തിന്മകളെല്ലാം നന്മകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ കുറഞ്ഞതാണ് അല്ലാഹുവേ, വളരെ നിസ്സാരമാണ് അല്ലാഹുവേ. അതിലൊരുപാട് വീഴ്ചകളും പോരായ്മകളും വന്നു പോകുന്നുണ്ട് അല്ലാഹുവേ. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിപൂർണമായും സ്വീകരിക്കുന്ന അമലുകളാക്കി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ അല്ലാഹുവേ ഈമാനികമായ നല്ല അന്തരീക്ഷം നിലനിർത്തി തരണേ റഹ്മാനെ. എപ്പോഴും നിന്നെ ഓർക്കുന്ന, നിന്നെ കുറിച്ച് പറയുന്ന നല്ല കെട്ടുകൾ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണം വരെ നിന്റെ ദിക്റിലായിക്കൊണ്ട് നിന്റെ പരിശുദ്ധ കലാമ് പഠിച്ച് പകർത്തി ജീവിതത്തിൽ പാലിച്ച് പകർന്നു കൊടുത്ത് യഥാർത്ഥ മുത്തഖീങ്ങളായി തൗഹീദുള്ള, ഈമാനുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തില് ഇൽമ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. നേരത്തെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരിലും ഒരുപാട് നന്മകൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നവരുണ്ട് അല്ലാഹുവേ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സത്യമെന്തെന്നറിയാതെ സംശയങ്ങൾക്ക് പിന്നാലെ പരക്കം പായുന്ന ഒരുപാട് പേര് ഞങ്ങൾക്ക് ചുറ്റിലുണ്ട് അല്ലാഹുവേ. യഥാർത്ഥ സത്യം എന്താണെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിലേക്ക് എത്താൻ എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. യഥാർത്ഥ ഹിദായത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള തൗഫീഖ് നീ എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, അയൽപക്കങ്ങളിൽ, സൗഹൃദങ്ങളിൽ ഒക്കെ ഒരുപാട് ശിർക്കൻ വിശ്വാസങ്ങൾ, വിദാത്തുകൾ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. എല്ലാവർക്കും സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതിന്റെ വഴിയിൽ ജീവിക്കാനും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് അല്ലാഹുവേ. അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ അറിവില്ലായ്മ നിമിത്തം ചെയ്തു പോയ തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവേ നീ അവർക്ക് പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. നരകത്തിന് കാരണമാകുന്ന എന്തെങ്കിലും പാപങ്ങൾ അവരിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നിന്റെ മഹത്തായ ഫضل കൊണ്ട് നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. നരകാവകാശികളാക്കല്ലേ അല്ലാഹ്. അവർക്ക് ഇനി കർമ്മങ്ങൾ ചെയ്യാൻ അവസരമില്ല അല്ലാഹുവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പാപമോചനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.